ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സോഷ്യൽ സയൻസിലെ എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, വിവേചനത്തിനെതിരെ എന്നുള്ള പാഠഭാഗത്തിലെ നോട്ട്സാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും കൂടെ ഒരുമിച്ചിനായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും കൂടെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ വിച്ച് സിറ്റുവേഷൻ വുഡ് നെൽസൺ മണ്ടേല ഹാവ് ടു അണ്ടർഗോ സച്ച് എ ട്രെയിൻ? ഏത് സാഹചര്യത്തിലാണ് നെൽസൺ മണ്ടേലയ്ക്ക് പിറ്റോറിയ വിചാരണ നേരിടേണ്ടി വന്നത്? നെൽസൺ മണ്ടേല വാസ് ദ പേഴ്സൺ ഹു ഫോട്ട് ഫോർ ദ ഇമാൻസിപ്പേഷൻ ഓഫ് the South Africans who were oppressed because of their race for centuries. He had to suffer imprisonment for 3 decades for fighting for the freedom of his country and its people. വർണ്ണത്തിന്റെ പേരിൽ നൂറ്റാണ്ടുകളോളം അടിച്ചമർത്തൽ നേരിട്ട ദക്ഷിണാഫ്രിക്കൻ ജനതയുടെ മോചനത്തിനായി പോരാടിയ വ്യക്തിയാണ് നെൽസൺ മണ്ടേല. സ്വന്തം രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും മോചനത്തിനു വേണ്ടി പ്രവർത്തിച്ചതിന് അദ്ദേഹത്തിന് 3 ദശാബ്ദത്തോളം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. രണ്ടാമത്തെ ചോദ്യം: വാട്ട് ആർ ദി ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് സൗത്ത് ആഫ്രിക്ക? ദക്ഷിണാഫ്രിക്കയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്തൊക്കെയാണ്? സൗത്ത് ആഫ്രിക്ക ഈസ് എ കൺട്രി ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ സദേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ദ ആഫ്രിക്കൻ കോണ്ടിനെന്റ്, ഷെയറിംഗ് ഇറ്റ്സ് ബോർഡേഴ്സ് വിത്ത് ദ ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. South Africa has its own diverse geographical features: broad coastal lands, vast plains and plateaus, lofty mountain ranges, great rivers, waterfalls and dry desert make this country unique. ആഫ്രിക്കൻ വൻകരയുടെ തെക്കേ അറ്റത്ത് ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. വൈവിധ്യമാർന്ന ഭൂപ്രകൃതി സവിശേഷതകൾ ദക്ഷിണാഫ്രിക്കയുടെ പ്രത്യേകതയാണ്. വിശാലമായ തീരപ്രദേശങ്ങൾ, വിസ്തൃതമായ സമതലങ്ങളും പീഠഭൂമികളും, ഉയർന്ന പർവ്വതനിരകൾ, വൻ നദികൾ, വെള്ളച്ചാട്ടങ്ങൾ, വരണ്ട ഒരു പ്രദേശം തുടങ്ങിയ ഈ രാജ്യത്തെ വ്യത്യസ്തമാക്കുന്നു. മൂന്നാമത്തേത്: വാട്ട് അട്രാക്ട്സ് ദ യൂറോപ്യൻസ് ടു സൗത്ത് ആഫ്രിക്ക? യൂറോപ്യന്മാരെ ദക്ഷിണാഫ്രിക്കയിലേക്ക് ആകർഷിച്ചത് എന്താണ്? ദ വെൽത്ത് ഫ്രം ഇൻലാൻഡ്, അഗ്രേറിയൻ ലാൻഡ്സ് ആൻഡ് മൈൻസ്, വെതർ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് അട്രാക്റ്റഡ് ദ യൂറോപ്യൻസ് ടു സൗത്ത് ആഫ്രിക്ക. ഉൾനാടൻ കൃഷിഭൂമികളിലും ഖനികളിലും നിന്നുള്ള സമ്പത്ത്, കാലാവസ്ഥ, മനുഷ്യ സമ്പത്ത് ഇവയാണ് യൂറോപ്യനെ ദക്ഷിണാഫ്രിക്കയിലേക്ക് ആകർഷിച്ചത്. നാലാമത്തേത്: ഐഡന്റിഫൈ ദ ലൊക്കേഷൻ, ക്യാപിറ്റൽ, മേജർ സിറ്റീസ് ആൻഡ് ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ് ഓഫ് സൗത്ത് ആഫ്രിക്ക യൂസിങ് ഡിജിറ്റൽ ആപ്പ്. ഡിജിറ്റൽ മാപ്പ് ഉപയോഗിച്ച് ആഫ്രിക്കൻ വൻകരയിൽ ദക്ഷിണാഫ്രിക്കയുടെ സ്ഥാനം, തലസ്ഥാനം, പ്രധാന നഗരങ്ങൾ, ചരിത്ര പ്രധാന കേന്ദ്രങ്ങൾ എന്നിവ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ലൊക്കേഷൻ എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്ക ഈസ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ 22 ഡിഗ്രി സൗത്ത് ആൻഡ് 35 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ് ആൻഡ് 16 ഡിഗ്രി ഈസ്റ്റ് ആൻഡ് 33 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്. Capital: South Africa has 3 branches of government and a capital city for each. The administrative capital of South Africa is Pretoria. The legislative capital is Cape Town. The judicial capital is Bloemfontein. Major cities: Johannesburg, Cape Town, Durban, Pretoria, Port Elizabeth. Historically important sites: Robben Island, Castle of Good Hope, Cradle of Humankind, District Six Museum, Freedom Park, Nelson Mandela Capture Site. ഇതിന്റെ സ്ഥാനം എന്ന് പറയുന്നത് അക്ഷാംശം 22 ഡിഗ്രി മുതൽ 35 ഡിഗ്രി തെക്ക് വരെയാണ്. രേഖാംശം 16 ഡിഗ്രി കിഴക്ക് മുതൽ 33 ഡിഗ്രി കിഴക്ക് വരെയാണ്. തലസ്ഥാനം 3 വ്യത്യസ്ത നഗരങ്ങളിൽ നിന്നും ഭരിക്കപ്പെടുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. ലെജിസ്ലേറ്റീവ് ആസ്ഥാനം കേപ്പ് ടൗൺ ആണ്. ഭരണനിർവഹണ ആസ്ഥാനം പ്രിട്ടോറിയയാണ്. ജുഡീഷ്യൽ ആസ്ഥാനം ബ്ലൂംഫോണ്ടെയിൻ ആണ്. ഇനി പ്രധാന നഗരങ്ങൾ: ജോഹന്നാസ്ബർഗ്, കേപ്പ് ടൗൺ, ഡർബൻ, പ്രിട്ടോറിയ, പോർട്ട് എലിസബത്ത്. ചരിത്ര പ്രധാന കേന്ദ്രങ്ങൾ: റോബൻ ദ്വീപ്, അപ്പാർത്തീസ് ദ്വീപ്, കാസിൽ ഓഫ് ഗുഡ് ഹോപ്പ്, ക്രാഡിൽ ഓഫ് മാൻകൈൻഡ്സ്, നെൽസൺ മണ്ടേല ക്യാപ്ചർ സൈറ്റ്, പിനാക്കിൾ പോയിന്റ് ഗുഹകൾ. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം: വാട്ട് ഈസ് ദ സദേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ദ ആഫ്രിക്കൻ കോണ്ടിനെന്റ് നോൺ ആസ് ദ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്? ആഫ്രിക്കൻ വൻകരയുടെ തെക്കേയറ്റം ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന പേരിൽ അറിയപ്പെടാനുള്ള കാരണം എന്താണ്? To reach the countries in the Asian continent like India, the Europeans had to sail through the Atlantic Ocean.
encircling the African continent. As this cape gave the navigators the hope to reach Asia, it was named Cape of Good Hope. യൂറോപ്പർക്ക് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലൂടെ ആഫ്രിക്കൻ വൻകരയെ ചുറ്റി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തിയാലേ ഏഷ്യ വൻകരയിലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യത്തിലേക്ക് എത്താൻ കഴിയുമായിരുന്നുള്ളൂ. ഏഷ്യയിലേക്ക് എത്താനുള്ള പ്രതീക്ഷ നൽകുന്നത് എന്ന അർത്ഥത്തിൽ ഇവിടം ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന പേരിൽ അറിയപ്പെടാൻ വേണ്ടി തുടങ്ങി. ആറാമത്തേത്, വാട്ട് ഈസ് കൊളോണിയലൈസേഷൻ? കോളനി എന്നാൽ എന്ത്? Colonization is the political, social, economic and cultural domination and control of one country over another region and its people. ഒരു രാജ്യം മറ്റൊരു പ്രദേശത്തെയും അവിടുത്തെ ജനങ്ങളുടെയും മേൽ അധികാരം സ്ഥാപിച്ച് രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനെയാണ് കോളനിവൽക്കരണം എന്ന് പറയുന്നത്. വാട്ട് ആർ ദ റീസൺസ് ദാറ്റ് ബ്രിട്ടൻ ട്രൈഡ് ടു കോളനി സൗത്ത് ആഫ്രിക്ക? ദക്ഷിണാഫ്രിക്കയെ കോളനിയാക്കി മാറ്റാൻ ബ്രിട്ടൻ ശ്രമിച്ചതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? They decided to make South Africa their colony with the aim to acquire more land areas in different parts of the world, to capture the immense wealth of Africa, to establish supremacy over other European countries, and to make it a temporary point of halt on their journey to the Asian continent. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങൾ സ്വന്തമാക്കുക, ആഫ്രിക്കൻ വൻകരയിലെ അളവറ്റ സമ്പത്ത് കൈക്കലാക്കുക, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ അധീശത്വം സ്ഥാപിക്കുക, ഏഷ്യ വൻകരയിലേക്കുള്ള സഞ്ചാരത്തിന് ഇടത്താവളമാക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്കയെ കോളനിയാക്കാൻ ശ്രമിച്ചത്. അടുത്തത് എട്ടാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ദ കൊളോണിയലൈസേഷൻ പ്രോജക്ട്സ് ഓഫ് ബ്രിട്ടീഷ് എഫക്റ്റഡ് ദ ബൂവേഴ്സ്? ബ്രിട്ടൻ നടപ്പിലാക്കിയ കോളനിവൽക്കരണ പദ്ധതികൾ ഭൂവർമാരെ എങ്ങനെ ബാധിച്ചു? Restrictions were imposed on Dutch language. English was made the sole language of Cape Colony. British abolished slavery in their colonies. This adversely affected the Boers who used slaves to cultivate their lands. അഥവാ ഡച്ച് ഭാഷയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി ഇംഗ്ലീഷ് കേപ്പ് കോളനിയെ ഏക ഭാഷയാക്കി. ബ്രിട്ടൻ തങ്ങളുടെ കോളനികളിൽ അടിമത്തം നിരോധിച്ചു. അടിമകളെ പ്രയോജനപ്പെടുത്തി കൃഷി നടത്തിയിരുന്ന ബൂവറുകളെ ഇത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു. അടുത്ത ചോദ്യം, വാട്ട് വർ ദ റിസൾട്ട്സ് ഓഫ് ബോവേഴ്സ് വാർ? ബൂവർ യുദ്ധങ്ങളുടെ അനന്തരഫലങ്ങൾ എന്തെല്ലാമാണ്? ആസ് പെർ ദ ട്രീറ്റി ഓഫ് വെയ്നിക്, ദ ബൂവേഴ്സ് അപ്രൂവ്ഡ് ദ സോവിയൻ ഓഫ് ബ്രിട്ടൻ. The Union of South Africa was formed as an autonomous territory under the control of British. Based on the new constitution implemented by the Union of South Africa, the British and Afrikaners got high consideration. The fundamental rights of the black people were denied. വെനിനിങ് സന്ധി അനുസരിച്ച് ബൂവറുകൾ ബ്രിട്ടന്റെ പരമാധികാരം അംഗീകരിച്ചു. ബ്രിട്ടന്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ പ്രദേശം എന്ന നിലയിൽ യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക രൂപീകരിച്ചു. യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്കയിൽ നടപ്പിലാക്കിയ ഭരണഘടന അനുസരിച്ച് ബ്രിട്ടീഷുകാർക്കും ആഫ്രിക്കനാർക്കും ഉയർന്ന പരിഗണന ലഭിച്ചു. കറുത്ത വർഗ്ഗക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കപ്പെട്ടു. പത്താമത്തെ ചോദ്യം, പ്രിപ്പയർ എ അനലിറ്റിക്കൽ നോട്ട് അബൌട്ട് ഗാന്ധിജീസ് ഒപ്പീനിയൻ ഓൺ ദ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ പ്രിവൈൽഡ് ഇൻ സൗത്ത് ആഫ്രിക്ക ഇൻക്ലൂഡ് ദ മെത്തേഡ്സ് ഓഫ് സ്ട്രൈക്ക് അഡോപ്റ്റഡ് ബൈ ഹിം. ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്ന വിവേചനത്തെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ അഭിപ്രായവും അദ്ദേഹത്തിന്റെ സമര രീതികളും ഉൾപ്പെടുത്തി ഒരു വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. In the Indian opinion, a daily started by Gandhiji in Africa, he wrote about the discrimination of the colonial administration towards the Africans. These Africans alone are the original inhabitants of this land. The whites have occupied the country forcibly and appropriated it to themselves. Gandhiji participated in the voluntary activities to extend help to the ones who underwent sufferings in the Second Boer War. It was the Gandhiji experimented the weapons of satyagraha, non-cooperation and civil disobedience. South Africa is known as the Gandhiji's political laboratory. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രത്തിൽ കൊളോണിയൻ ഭരണകൂടം ആഫ്രിക്കക്കാരോട് കാണിക്കുന്ന വിവേചനത്തെക്കുറിച്ച് ഇപ്രകാരം എഴുതി. ആഫ്രിക്കക്കാർ മാത്രമാണ് ഭൂമിയിലെ ആദിമ നിവാസികൾ. വെള്ളക്കാരാവട്ടെ ആ ഭൂമി ബലപ്രയോഗത്തിലൂടെ കൈവശപ്പെടുത്തുകയും തങ്ങളുടെ അധീനതയിലാക്കുകയും ചെയ്തു. രണ്ടാം ഭൂവർ യുദ്ധകാലത്ത് യുദ്ധക്കെടുതികളിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായമെത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. സത്യാഗ്രഹം, നിസ്സഹകരണം, നിയമലംഘനം തുടങ്ങിയ സമരരീതികൾ ഗാന്ധിജി പരീക്ഷിച്ചത് ഈയിടെയായിരുന്നു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നാണ് ദക്ഷിണാഫ്രിക്കയെ അറിയപ്പെടുന്നത്.
അടുത്ത ചോദ്യം, മേക്ക് എ നോട്ട് ഓൺ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ദ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് കാരണമായ സാഹചര്യത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. The South African party led by the whites came to power in the first election after South Africa became an autonomous territory under the control of Britain. They brought in laws in the housing, administration and industrial sectors which would affect the people. The racial differentiation between the blacks and whites got intensified. People were denied the freedom of movement and the right to education. The organization, the African Native National Congress, formed to protect the rights of the people of Africa, was later came to known as the African National Congress. ദക്ഷിണാഫ്രിക്ക ബ്രിട്ടന്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ പ്രദേശമായിരുന്നതിന് ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ വെള്ളക്കാരാൽ നിയമിക്കപ്പെട്ട ദക്ഷിണാഫ്രിക്കൻ പാർട്ടി അധികാരത്തിലെത്തി. പാർപ്പിടം, ഭരണം, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ജനങ്ങളെ ബാധിക്കുന്ന നിയമങ്ങൾ കൊണ്ടുവന്നു. കറുത്തവരും വെളുത്തവരും എന്ന വംശീയ വേർതിരിവ് ശക്തമായി. ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും നിഷേധിച്ചു. ഈ നയങ്ങളിൽ പ്രതിഷേധിച്ച് ആഫ്രിക്കൻ ജനതയുടെ അവകാശ സംരക്ഷണത്തിനായി രൂപീകരിച്ച സൗത്ത് ആഫ്രിക്കൻ നേറ്റീവ് നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയാണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്ന് അറിയപ്പെട്ടത്. അടുത്ത ചോദ്യം, വാട്ട് കുഡ് ബി ദ റീസൺ ദ ടീച്ചർ ഗേവ് നെൽസൺ മണ്ടേല ഫോർ ദ ന്യൂ നെയിം ഇൻസ്റ്റെഡ് ഓഫ് the name given by his parents. മാതാപിതാക്കൾ നൽകിയ പേരിന് പകരം നെൽസൺ മണ്ടേലയ്ക്ക് ടീച്ചർ പുതിയ പേര് നൽകാൻ കാരണമെന്തായിരിക്കും? The practice of remaining Africans children with European names during the apartheid era was a deliberate attempt by the white colonial government to assimilate them into a society governed by white rules, effectively eroding their cultural identity. വർണ്ണവിവേചന കാലത്ത് ആഫ്രിക്കൻ കുട്ടികളെ യൂറോപ്യൻ പേരുകൾ നൽകുന്നതിലൂടെ വെള്ളക്കാരുടെ നിയമങ്ങളാൽ ഭരിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് അവരെ അനുയോജ്യരാക്കാനും അവരുടെ സംസ്കാരത്തെ ഇല്ലാതാക്കാനുമുള്ള വെളുത്ത കൊളോണിയൻ ഗവൺമെന്റിന്റെ ബോധപൂർവമായ ഒരു ശ്രമമായിരുന്നു ഇത്. അടുത്ത ചോദ്യം, വാട്ട് വേർ ദ റീസൺസ് ദാറ്റ് ലെഡ് ടു ദ ഫ്രീഡം മൂവ്മെന്റ് ഇൻ സൗത്ത് ആഫ്രിക്ക? ദക്ഷിണാഫ്രിക്കയിലെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തെല്ലാമാണ്? കൊളോണിയലൈസേഷൻ ആൻഡ് അപ്പാർത്തൈഡ് adversely affected the life of the people of South Africa. The blacks of South Africa faced political, economical and cultural downfall. Through the national economy grew rapidly, the native population struggled to meet even their basic needs. കോളനിവൽക്കരണവും വർണ്ണവിവേചനവും ദക്ഷിണാഫ്രിക്കയിലെ ജനജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചു. കറുത്ത വർഗ്ഗക്കാർ രാഷ്ട്രീയമായും സാമ്പത്തികമായും സാംസ്കാരികമായും തകർച്ച നേരിട്ടു. ദേശീയ സമ്പത്ത് വ്യവസ്ഥ ദ്രുതഗതിയിൽ വളർന്നെങ്കിലും ദേശീയ ജനത അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടി. ഇനി അടുത്തത് അവസാനത്തെ ചോദ്യമാണ്, ദ സ്റ്റേ അറ്റ് ഹോം വാസ് എ മേജർ സ്ട്രഗിൾ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ ഫ്രീഡം സ്ട്രഗിൾ ഓഫ് സൗത്ത് ആഫ്രിക്ക. വൈ? ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാന സമരമായിരുന്നു വീട്ടിലിരിപ്പ് സമരം. എന്തുകൊണ്ട്? എ ന്യൂ മോഡ് ഓഫ് സ്ട്രഗിൾ നെയ്മഡ് സ്റ്റേ അറ്റ് ഹോം വാസ് ഓർഗനൈസ്ഡ് ഡിമാൻഡിംഗ് ദ റൈറ്റ് ടു വോട്ട്, എ കോൺസ്റ്റിറ്റ്യൂഷൻ വിത്തൗട്ട് എ അപ്പാർത്തൈഡ് ആൻഡ് ദ റിട്രീവൽ ഓഫ് പാസ്റ്റ് ലോസ്. The African National Congress and the South African Indian Congress led the struggles. Native and Indian workers took part in the struggle. The factories, textile mills and schools across the country remained shut. This strike revealed the unity and strength of the anti-apartheid movement. വോട്ടവകാശം, വർണ്ണവിവേചനം ഇല്ലാത്ത ഭരണഘടന, പാസ് നിയമങ്ങൾ പിൻവലിക്കല് എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വീട്ടിലിരിപ്പ് എന്ന പുതിയ സമര രീതി സംഘടിപ്പിക്കപ്പെട്ടു. തദ്ദേശീയരും ഇന്ത്യക്കാരുമായ തൊഴിലാളികൾ ഈ സമരത്തിൽ പങ്കെടുത്തു. രാജ്യത്തെ ഫാക്ടറികൾ, തുണിമില്ലുകൾ, വിദ്യാലയങ്ങൾ ഇവയെല്ലാം അടഞ്ഞുകിടന്നു. ഈ പണിമുടക്ക് വർണ്ണവിവേചന വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഐക്യവും ശക്തിയും വെളിപ്പെടുത്തി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടെക്സ്റ്റിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സും കൂടെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉടൻ തന്നെ അവസാനത്തെ പാഠഭാഗം അപ്ലോഡ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.